ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ദിവസമായിട്ട് ഇത്തിരി വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് ബ്രേക്ക് എടുത്തതാണ്. വയ്യായി തോന്നുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കണം, അത് കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആട്ടോ, ജോലികൾ ചെയ്യാനായിട്ട് ഒരു ഉഷാറില്ലായ്മ. പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും, ലാസ്റ്റ് ആകുമ്പോഴേക്കും ഭയങ്കര മടുപ്പായിരിക്കും, മതിയായി നല്ലോണം മാസം കഴിഞ്ഞാൽ മതി എന്നൊരു ഫീലായിരിക്കും. കാരണം എല്ലാ ദിവസവും റിപ്പീറ്റേറ്റീവ് ആണല്ലേ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, മക്കളെ ക്ലാസ്സിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, എല്ലാ ദിവസവും റിപ്പീറ്റേഷനാണ്. അങ്ങനെ വരുമ്പോൾ ആർക്കായാലും മടുപ്പ് വരും. പ്രത്യേകിച്ച് നമുക്ക് വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു മടുപ്പാണ് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പാചകം ചെയ്യുമ്പോൾ അതെന്തായാലും ചെയ്യാണ്ട് പറ്റില്ല, എന്തെങ്കിലും ഒരു കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ട് പറ്റില്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷേ ബാക്കിയുള്ള വീട്ടിലെ ജോലികളാണ് പലപ്പോഴും ഞാൻ സ്കിപ്പ് അടിക്കാനായിട്ട് നോക്കാറ്. കാരണം മടുപ്പ് തോന്നുന്നത് ആ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വീട് ഒതുക്കിയിടുക, ക്ലീനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മടി തോന്നുക. അപ്പോൾ അത് എങ്ങനെ മാറ്റിയെടുക്കാം, വീട് വീണ്ടും തിരിച്ച് നമ്മൾ ഒതുക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള എനർജി എങ്ങനെ വീണ്ടെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനത്തെ മടിയും മടുപ്പൊക്കെ മാറ്റി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ കോർണറിലും നമ്മൾ ചെയ്ത് തീർക്കാൻ പെൻഡിങ് ആയി കിടക്കുന്ന ജോലികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് വരും. കാരണം അതൊന്നും ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ അത് മുഴുവൻ എപ്പോൾ ചെയ്ത് തീരാൻ, ഇത് തീർക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇന്നത്തോടുകൂടി ഇത് മുഴുവൻ ചെയ്ത് തീർക്കണം എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റ ദിവസം കൊണ്ടല്ല ഇങ്ങനെയായത്. നമ്മൾ കുറച്ച് ദിവസം മടിയും ഇതൊക്കെ പിടിച്ചപ്പോൾ അതെല്ലാം അങ്ങനെ പെൻഡിങ് ആയി വന്ന ജോലികളാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് മുഴുവൻ ചെയ്ത് തീർക്കാനും പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മൈൻഡ് ആദ്യം ക്ലിയർ ചെയ്യുക. ഇത് ഞാൻ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ ഈ കാര്യങ്ങൾ നീറ്റാക്കി വയ്ക്കും. എനിക്ക് പെർഫെക്ഷൻ അല്ല വേണ്ടത്, നമുക്ക് സ്വസ്ഥതയാണ് വേണ്ടത്. അപ്പോൾ പെർഫെക്ഷൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു വീട് പെർഫെക്റ്റ് ആക്കി വെക്കാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മുടെ വീട്ടിൽ ഞാൻ മാത്രമല്ല, നമ്മുടെ മക്കളും മാതാപിതാക്കളും അവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നാണ് ഒരു ഫാമിലി. ആ വീട് അങ്ങനെ ആയിത്തീരുന്നത് എല്ലാവരും ആ വീട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. ആരും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ വീട് പിന്നെ മെസ്സിയാവോ, ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓരോ സ്റ്റെപ്സിലൂടെ, ചെറിയ സ്റ്റെപ്സിലൂടെ നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി നമ്മുടെ വീട്ടിലെ ഓരോ ഏരിയയും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ്, ഇതെന്നോട് ചേട്ടൻ പലപ്പോഴും പറയുന്ന കാര്യം കേട്ടോ. ഞാൻ പലപ്പോഴും അങ്ങനെ പറയും, അയ്യോ എന്തോരം പണി, എനിക്കിത് ചെയ്യാനോ ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. അപ്പോൾ ചേട്ടൻ പറയും, നീ ഒരു 5 മിനിറ്റ് ആ കാര്യം ചെയ്യും, 5 മിനിറ്റ് ചെയ്തിട്ട് ആ ചെയ്യണ ജോലി ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. പലപ്പോഴും ആ 5 മിനിറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും മടി തോന്നുന്നത്. എനിക്കൊക്കെ അങ്ങനെ കേട്ടോ. ചിലപ്പോൾ തുണികൾ കുറേ മടക്കാനുണ്ടാവും, എനിക്കത് മടക്കാൻ തോന്നുന്നത്. അപ്പോൾ ചേട്ടൻ പറയും, നീ ഒരു 5 ഡ്രസ്സെങ്കിലും മടക്കി വയ്ക്കി, അത് കഴിഞ്ഞിട്ട് നിനക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കി മടക്കാൻ മതി, 5 എണ്ണം മടക്കാൻ പറയും. അപ്പോൾ 5 എണ്ണം ഞാൻ മടക്കി തുടങ്ങുമ്പോൾ എനിക്ക് പിന്നെ അടുത്തത് ചെയ്യാനുള്ളൊരു വൈബ് തനിയെ വരും കേട്ടോ. അപ്പോൾ ഞാൻ 5 എണ്ണം അല്ല, അവിടെ ഇരിക്കുന്ന 25 എണ്ണവും മടക്കി തീർക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ആ സ്റ്റാർട്ടിങ് ട്രബിളിൽ ആ ഒരു 5 മിനിറ്റ് നമുക്ക് ആ കാര്യം ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏത് കാര്യമായാലും. ഇപ്പോൾ തുണി മടക്കൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തോന്നുന്നു, അയ്യോ ഇത് ചെയ്യണ്ടേ എന്നുള്ളൊരു മടി ഭയങ്കരമായിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നില്ല. അതങ്ങനെയാണ്. പക്ഷേ 5 മിനിറ്റ് ആ കാര്യം നമ്മൾ ചെയ്യും. അപ്പോൾ തുണി മടക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ വീട് ക്ലീനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ തോന്നുന്നില്ല, എന്തായാലും ഒരു 5 മിനിറ്റ് നമ്മൾ ആ കാര്യം ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കാര്യങ്ങൾ വൈബ് വരും. ഇനി അഥവാ വരണില്ലെങ്കിൽ നമ്മൾ ആ കാര്യം 5 മിനിറ്റ് ചെയ്തിട്ട് നിർത്തിക്കോ, ബാക്കി നാളെ ചെയ്യാൻ ആരോടും ചോദിക്കണ്ടല്ലോ. അപ്പോൾ 5 മിനിറ്റ് ആ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ആവും, നമുക്ക് ഓട്ടോമാറ്റിക്കലി വീണ്ടും അത് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ ഒരു 5 മിനിറ്റ് ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പലപ്പോഴും എനിക്കിത് വർക്കൗട്ട് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം ചിലപ്പോൾ 1 മണിക്കൂർ അടക്കം ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി പോയിട്ടുള്ള സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലി കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂമൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുക, ജനാലയൊക്കെ തുറന്ന് വെച്ച് എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് നല്ല പാട്ടൊക്കെ വെച്ച് എന്തെങ്കിലും സിനിമയിലൊക്കെ നമ്മളില്ലേ ആക്ടേഴ്സൊക്കെ ചെയ്യുന്ന പോലെ വളരെ ഫീലോടുകൂടി ആ ഒരു പണി ചെയ്യാനായിട്ട് നോക്കാം. എനിക്കറിയാം ഇതൊരു ബോറിങ് ജോലിയാണ്, ഒരു ഫീലും കിട്ടാൻ പോലില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല ക്ഷീണമൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ മൈൻഡിനെ മാറ്റാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. മൈൻഡാണ് എല്ലാം. നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിട്ടിരുന്നാൽ എന്ത് കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മൈൻഡ് ഇങ്ങനെ ഡള്ളായിട്ട് ഇരുന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല പാട്ടുകൾ, മഴക്കാലത്ത് കേൾക്കാൻ പറ്റിയ നല്ല പാട്ടുകളൊക്കെ വെക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്മെല്ലിന് വേണ്ടി റൂമിലൊക്കെ വെക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ കുന്തിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വെക്കുകയാണെങ്കിൽ റൂമിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊരു പനിഷ്മെൻറ്റ് പോലെ വിചാരിച്ചിട്ട് ചെയ്യരുത്, ഇത് എൻ്റെ നിവൃത്തികേടോട് ചെയ്യണമെന്ന് വിചാരിക്കാതെ നമ്മുടെ ആ റൂമിനെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. അപ്പോൾ എനിക്ക് എപ്പോഴും എന്നെ സഹായിക്കാറുള്ളത് പാട്ടുകളാണ്. ഞാൻ പാട്ട് കേട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് ഇങ്ങനെ പോണതേ അറിയില്ല, എനിക്കങ്ങനെ ചെയ്യാനായിട്ട് അത്ര മടുപ്പ് തോന്നാറ്.
നാലാമതായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി. എളുപ്പപ്പണിയാണ്, എന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഒരു ബാസ്ക്കറ്റ് എടുക്കുക, വീട്ടിൽ മൊത്തത്തിൽ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ അതാത് സ്ഥാനത്തോട്ടൊന്നും വെക്കാത്തത്, അതെല്ലാം ഈ ബാസ്ക്കറ്റിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ ആ റൂമുകളെല്ലാം ക്ലീൻ ആവും. കാരണം അവിടെ എന്തുകൊണ്ടാണ് അവിടെ അലങ്കോലമായത്, നമ്മൾ എടുത്ത ഐറ്റംസ് എടുത്ത് കൊടുത്ത് വെക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ബാസ്ക്കറ്റിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ഷീണവും മടുപ്പൊക്കെ മാറി കഴിയുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത് അതാത് സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ക്യുക്കായിട്ട് നമ്മുടെ റൂം ക്ലീൻ ആവാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുന്നു നമുക്ക് ഒതുക്കാൻ നേരമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഐറ്റംസ് ഇതിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ആ കൊട്ട എന്നേക്കായിട്ട് അവിടെ വെച്ചിട്ട് പോരുതിട്ട് അത് ഒതുക്കി വെക്കണം. അതുപോലെ റൂമിലെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ മുഴുവനും കൊണ്ട് ഇതിൽ കുത്തി നിറയ്ക്കാനും പാടില്ല. അത്യാവശ്യം മാറിക്കിടക്കുന്ന ഐറ്റംസ് ഇതിൽ വെച്ചിട്ട് പിന്നീട് ഒതുക്കാനായിട്ടുള്ളൊരു എളുപ്പപ്പണിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റാണിത്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ വീടൊന്ന് ക്വിക്കായിട്ട് ക്ലീൻ ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്താൽ കുറേയൊക്കെ ഭേദമായിട്ട് തോന്നും. അതായത് നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാ റൂമിലെയും ക്ലിയർ ചെയ്തിടുക എന്നുള്ളത്, ജസ്റ്റ് പുതപ്പൊക്കെ മടക്കി വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത്, സിങ്കിലുള്ള പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളത്, പിന്നെ ടേബിളുകൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൽ ഇരിക്കുന്ന അനാവശ്യ ഐറ്റംസ് മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് റൂം ഒരു ക്ലീനായ ലുക്ക് കിട്ടും. അല്ലാതെ എല്ലാ അലമാരയിലുള്ളത് മുഴുവനും ഒതുക്കാനും എല്ലാം കൂടി തല്ലെടുത്ത് വയ്ക്കാതെ ഈ പറ്റാവുന്ന 3 കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു മടിയും മടുപ്പൊക്കെ മാറ്റി നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങളെങ്കിലും. നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് പ്ലസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോലിയും കൂടി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നേരെ പോണത് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നാക്കി വെക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തുണികൾ മടക്കി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആരും ഇല്ലാതെ ഇങ്ങനെ ഇതൊക്കെ നിന്ന് ചെയ്യുമ്പോൾ ഒരു മടുപ്പും മടിയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഓൺ ചെയ്ത് വെച്ചിരുന്ന് എപ്പോഴും ചെയ്യണമെന്നല്ല, എപ്പോഴും ചെയ്യുമ്പോഴും നല്ലതല്ല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ സാധാരണ അങ്ങനെയാണ്, സിനിമ കാണാനൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്ന് തുണികൾ ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു പണി നടക്കും, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഈ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസുമായി. അപ്പോൾ അങ്ങനെ നമ്മുടെ ജോലികൾ മൾട്ടി ടാസ്ക് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി അതിൻ്റെ കൂടെ ചെയ്യുക. അല്ലെങ്കിൽ TV കാണുന്ന സമയത്ത് പരസ്യം വരുമ്പോൾ ഇടയ്ക്ക് പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് വരിക. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി TVയിലെ പ്രോഗ്രാം കാണാം. അല്ലാതെ വെറുതെ അങ്ങനെ ഇരിക്കുന്നതിലും ഒന്ന് ഇങ്ങനെ നീറ്റ് പോയി ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചും കൂടി മടിയും മടുപ്പൊക്കെ മാറ്റാൻ സഹായിക്കും. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകും. പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ മെസ്സി ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ചിലരൊക്കെ നന്നായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഒരുവിധം നല്ല നീറ്റായിട്ട് നിൽക്കുക. അത് വെച്ച് കുറേ മേക്കപ്പ് ഇട്ട് അങ്ങനെ നിൽക്കണം എന്നല്ല പറയണത്. ഒരുവിധം നീറ്റായിട്ട് നമ്മുടെ ഡ്രസ്സ് സൂക്ഷിക്കാനും ആ ഡ്രസ്സിൽ അഴുക്കുകളൊന്നും ആക്കാതെ പരമാവധി ഏപ്രണൊക്കെ യൂസ് ചെയ്ത് കിച്ചണിൽ നിൽക്കാനും കുറച്ചും കൂടി നീറ്റ് ആൻഡ് പ്രസൻറ്റബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യാൻ കുറച്ചും കൂടി ഒരു എനർജി കിട്ടും. എനിക്കത് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഞാൻ വളരെ മെസ്സി ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ജോലി ചെയ്യാൻ ഒരു എനർജി ഉണ്ടാവില്ല. പക്ഷേ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഒരു വിധം വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്തോ ജോലി ചെയ്യാനൊരു ഉഷാറൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ പുറത്തുള്ളവർ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ളവരും നമ്മളെ ഭംഗിയായിട്ട് കാണണം, നമുക്ക് നമ്മളെ ഭംഗിയായിട്ട് കാണണം. കൂടുതൽ സമയം നമ്മൾ വീട്ടിലാണുള്ളത്. അപ്പോൾ വീട്ടിൽ നന്നായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ വീട്ടിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട് പറ്റുക. നമുക്ക് ചെറുപ്പം മുതലേ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമ്മാനങ്ങൾ കിട്ടുന്നതല്ലേ. പക്ഷേ വലുതായി കഴിയുമ്പോൾ നമുക്ക് സമ്മാനം തരാനായിട്ട് പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്വയം റിവാർഡ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് നമുക്ക് തന്നെ സമ്മാനങ്ങൾ നമുക്ക് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാവും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടോട് കൂടി ചായ ഇരുന്ന് സൈലൻ്റ് ആയിട്ടൊരു സ്ഥലത്തിരുന്ന് കുടിക്കുന്നതാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ ഒറ്റയ്ക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് കാണുന്നതാവാം. അപ്പോൾ അങ്ങനെ ഒരു ടൈം എപ്പോഴെങ്കിലും കണ്ടെത്തി നമ്മൾ ചെയ്ത ജോലികൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു റിവാർഡ് കൊടുക്കാൻ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫോണിരുന്ന് സ്വസ്ഥമായിട്ട് നോക്കാം, വേറെ കുറ്റബോധമൊന്നും ഇല്ലാതെ നമ്മൾ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കുറച്ചും കൂടി എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് നമുക്കൊരു സമ്മാനമായിട്ട് കൊടുക്കാനായിട്ടും കൂടി നോക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള മടിയും മടുപ്പുള്ള ദിവസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ്. നമ്മൾക്ക് ഒരു പോയിൻ്റ് എത്തുമ്പോൾ എനർജിയൊക്കെ കുറയുമ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങൾ അത് അങ്ങനെ ആയിപ്പോയി, അത്രയേ ഉള്ളൂ. അത് തിരിച്ച് നമ്മൾ ഒരിക്കലും ഒരു മടിച്ചിയായിട്ട് ഉള്ളത് കൊണ്ടല്ല, നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ കുറച്ച് എനർജി കുറവ് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി നമ്മൾ വീണ്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെയാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു വയ്യായി വന്നപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തു അല്ലെങ്കിൽ കുറച്ച് മടി വന്നു എന്ന് വെച്ചാൽ അതെല്ലാ മനുഷ്യന്മാർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവും കാര്യങ്ങൾ തന്നെയാണ്.
പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ മനസ്സ് നല്ല സ്വസ്ഥമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീടും അതേപോലെ തന്നെ ഇരിക്കും. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളും ഒരുപാട് ടെൻഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ചെയ്യാൻ ഒരു എനർജിയും ഇതൊന്നും തോന്നില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുമെങ്കിൽ, ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ആലോചിച്ച് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മൈൻഡ് പരമാവധി ടെൻഷൻ ഫ്രീ ആയിട്ട് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെയാണ്, എല്ലാ കാര്യം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് പരമാവധി കുറച്ച് നിർത്തുക, സ്ട്രെസ്സ് കുറയ്ക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറേ കാട് കയറി ചിന്തിച്ച് കൂടാതെ ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ജീവിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ മടുപ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ അതൊക്കെ മാറ്റി എനർജറ്റിക്കായിട്ട് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.